الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياكم بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. മരണാനന്തരം വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭം, അവിടെ നമ്മുടെ കർമ്മരേഖ സമർപ്പിക്കപ്പെടുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം സൂചിപ്പിച്ചത്. കർമ്മരേഖ കയ്യിൽ ലഭിക്കുമ്പോൾ കുറ്റവാളികളായ ആളുകൾ പറയുന്നത് യഖൂലൂന യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, അവർ പറയും യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഞങ്ങളുടെ ഈ കർമ്മരേഖയ്ക്ക്, ഈ ഗ്രന്ഥത്തിന് എന്ത് സംഭവിച്ചു പോയി. ലാ യുആദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, അതിൽ ചെറുതും വലുതുമായ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പരിതപിക്കുന്ന രംഗമാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി വിലയിരുത്തപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകൾക്ക് വലങ്കയിൽ ഗ്രന്ഥം നൽകപ്പെടുകയും നരകാവകാശികളായിത്തീരുന്ന ആളുകൾക്ക് ഇടങ്കയിൽ ഗ്രന്ഥം നൽകപ്പെടുകയും ചെയ്യും എന്നുള്ളതും, ശേഷം അവർക്ക് രക്ഷാശിക്ഷകൾ വിധിക്കപ്പെടുകയും സ്വർഗത്തിലും നരകത്തിലുമായി വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഏതാനും ചില ആയത്തുകൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർഗാവകാശികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറകളിൽ പലയിടങ്ങളിലായി പല രൂപത്തിലും സ്വർഗാവകാശികളുടെ സുഖസൗകര്യങ്ങളും അവിടെ ഉണ്ടാകുന്ന സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയും സംതൃപ്തമായ ജീവിതവുമൊക്കെ വിശുദ്ധ ഖുർആനിൽ വിശദമായി വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആഴ്ചകളും മാസങ്ങളുമല്ല, വർഷങ്ങളോളം നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനും മാത്രമുള്ള വിഷയമാണ്. സമയപരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം, ചില സൂചനകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, സൂറത്തുൽ ഇൻസാനിലെ നമുക്കൊക്കെ സുപരിചിതമായിരിക്കുന്ന ആയത്താണ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. തീർച്ചയായും പുണ്യവാളന്മാരായിരിക്കുന്ന ആളുകൾ അവർ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ ലഭിക്കുന്നു, അതിലെ ചേരുവ കർപ്പൂരമായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്.
അവർക്ക് ലഭിക്കുന്ന പാനീയത്തെ സംബന്ധിച്ചിടത്തോളം പല ആയത്തുകളിലും പല രൂപത്തിലും അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ അശുദ്ധമായിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന പാനീയത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, യുഫജ്ജിറൂനഹാ തഫ്ജീറ. അത് യഥാർത്ഥത്തിൽ തൻ്റെ ദാസന്മാരായ ആളുകൾക്ക് വേണ്ടി പൊട്ടി ഒഴുക്കപ്പെടുന്ന ഉറവുജലമായിരിക്കും. അഥവാ യഥേഷ്ടം അവിടെ ലഭ്യമായിരിക്കുന്ന അവരുടെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ചുകൊണ്ട് ലഭ്യമാകുന്ന രൂപത്തിൽ അവിടെ സുലഭമായിരിക്കും എന്നുള്ള കാര്യമാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവോട് വിശദീകരിക്കുന്ന കാര്യം സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒട്ടനവധി ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറയിലും വേറെ സൂറകളിലുമൊക്കെ നമുക്ക് കാണാം. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകൾ അഭിമാനപൂർവ്വം ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് പ്രധാനമായി. അവിടെ എത്തിപ്പെടാൻ കാരണക്കാരാകണമെങ്കിൽ, ആ മഹാസൗഭാഗ്യം ലഭ്യമാകാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കുവാൻ. അത് തുടർന്നുകൊണ്ടുള്ള ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യൂഫൂന ബിൻ നദിരി, അവർ നേർച്ചകൾ നിറവേറ്റുന്നവരായിരുന്നു എന്നാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. വയഹാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. എന്നിട്ട് ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പാടുള്ളവരായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുടെ എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യം, ആ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ഉന്നതമായ ആ സ്വർഗീയമായ സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാർ അവർ ചെയ്തിരുന്ന നേർച്ചകൾ വളരെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നേർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായി മതപരമായി പരിശോധിച്ചാൽ സാധാരണ സുന്നത്തായിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യും എന്ന് തീരുമാനിക്കുന്നതാണ്. നിർബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ ഐച്ഛികമായിരിക്കുന്ന സുന്നത്തായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നത് ചെയ്യും എന്ന് നമ്മൾ തീരുമാനിക്കുന്ന, നമ്മൾ സ്വയം എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് നേർച്ച. അപ്പം അത് നിറവേറ്റുക എന്നുള്ളത് പുണ്യകരമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ, കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിർബന്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നതിൽ സംശയമില്ല. അതിലുപരി സുന്നത്തായ കാര്യങ്ങൾ സ്വയം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഭിന്നത, നേർച്ചകൾ നിറവേറ്റുക. പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യം, അവർ ഈ ഭയാനകമായ ദിവസത്തെക്കുറിച്ച് ഭയപ്പാടുള്ളവരായിരുന്നു എന്നാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന അന്ത്യദിനത്തെ സംബന്ധിച്ചും ആ സമയത്തെ സംഭവ ബഹുലമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ ഓർത്തുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ചുള്ള ഭയപ്പാടോടുകൂടി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ സാധിക്കുക എന്നുള്ളതാണ് യഹാഫുന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെ ചില ഗുണവിശേഷം, യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അള്ളാഹു അവിടെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? അവർ ഭക്ഷണം നൽകുന്നവരാണ്, അന്നദാനം നിർവഹിക്കുന്നവരാകുന്നു. എങ്ങനെയാണ് അവർ അന്നദാനം നിർവഹിക്കുന്നത്? അലാ ഹുബ്ബിഹി, അതിനോട് അവർക്ക് പ്രിയമുണ്ടായിരുന്നിട്ടും ഇഷ്ടമുണ്ടായിരുന്നിട്ടും വളരെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ നിന്നാണ് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ആഗ്രഹമുള്ള, വേണ്ടാത്ത വേസ്റ്റായിരിക്കുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള സമീപനമല്ല. മറിച്ച് തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായ കാര്യങ്ങളിൽ നിന്ന്, ആ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് അത് കൊടുക്കാൻ തയ്യാറാകുന്നു. പാവപ്പെട്ട അഗതികളായിരുന്നവർക്കും അനാഥരായിരുന്നവർക്കും അതുപോലെ തന്നെ ബന്ധനസ്ഥരായിരുന്ന ആളുകൾ. 3 പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തിയത്: മിസ്കീന്, യതീം, അസീർ. അത് പാവപ്പെട്ടവരായ, മിസ്കീൻ എന്ന പ്രയോഗം തന്നെ സ്വാഭാവികമായും പാവപ്പെട്ടവരിൽ തന്നെ ഫഖീർ, മിസ്കീൻ എന്ന 2 പദപ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് വരെയെടുത്ത് കാണാൻ സാധിക്കും. മിസ്കീൻ എന്ന് പ്രത്യേകം വിശേഷിപ്പിക്കാറുള്ളത് തൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാതെ കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ടവനെ കുറിച്ചാണ്. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുവാൻ, അവരുടെ പട്ടിണി മാറ്റുവാൻ അധ്വാനിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അനാഥരായിരിക്കുന്ന ആളുകൾ, ഒരു പിതാവിൻ്റെ അഭാവം കാരണം പ്രയാസമനുഭവിക്കുന്ന അനാഥ മക്കൾ, അവരുടെ കാര്യത്തിൽ അനാഥകൾക്ക് സേവനം ചെയ്യുന്നതിൻ്റെ ഗുണപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാകുന്നു എന്നാണ്.
എന്ന് പറഞ്ഞാൽ ആ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ച് നിൽക്കുന്നത് പോലെ അത്രയും ചേർന്ന് നിൽക്കുന്നവരാണ് പരലോകത്ത് പ്രവാചകനും അനാഥ സംരക്ഷകരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാകിയിരുന്നു എന്നുള്ളതാണ് സ്വർഗാവകാശികളായിത്തീരുന്ന വലം കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന പുണ്യവാളന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ ഗുണവിശേഷമായി ഖുർആനിൽ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാനുതിഇമുക്കും ലിവജ്ഹില്ല. അവർ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്, ഞങ്ങൾ എന്തിനാണ് ഭക്ഷണം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിച്ചിട്ടുള്ളത്, കഷ്ടപ്പെട്ടവരുടെ ദുരിതം മാറ്റാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അത് മറ്റുള്ള ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയില്ല, ജനങ്ങൾക്കിടയിൽ കീർത്തിയും പേരും ഉണ്ടാവാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്നമാനുതിഇമുക്കും ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അവർ അവരുടെ ജനങ്ങളോട് തുറന്നു പറഞ്ഞു, ഈ ഉപകാരം ചെയ്യുന്നതിൽ, പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ ഒരു താങ്ക്സ് പോലും, വലാ ശുക്കൂറ, ഒരു നന്ദി പോലും ഞങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങോട്ടൊരു താങ്ക്സ് പോലും കിട്ടണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പലരെക്കുറിച്ചും, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അയാൾക്ക് അങ്ങനെ കൊടുത്തു, പണ്ട് അവനൊക്കെ എങ്ങനെയായിരുന്നു, എൻ്റെ വീട്ടിലൂടെയൊക്കെ നടന്ന ആളായിരുന്നു, അല്ലെങ്കിൽ അവനൊക്കെ ഒരു കാലത്ത് രക്ഷപ്പെടുത്തിയത് ഞാനായിരുന്നു, ഇന്ന് ഓനൊരു നന്ദിയില്ല എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള യാതൊരു ചിന്തയുമില്ലാതെ പ്രത്യുപകാരം ലഭിക്കണമെന്ന് ഒരു നിലക്കും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ധനം ചെലവഴിക്കുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, കഷ്ടപ്പെടുന്നവരുടെ ദുരിതമകറ്റാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന. സ്വർഗാവകാശികളായിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അവർ വീണ്ടും പറയുന്നു, നോക്കൂ, ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓർമ്മിച്ചിരുന്നു എന്നുള്ളതും, മുഖം ചുളിച്ചു പോകുന്ന അബൂസൻ ഖംതരീറ എന്ന് പറയുന്ന ആ ദിവസത്തെക്കുറിച്ചുള്ള ഭയം, റബ്ബിൽ നിന്ന് ഇങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരും, ഒരു പരലോകമുണ്ടാകും, അവിടെ വിചാരണയുണ്ടാകും, അവിടെ രക്ഷാശിക്ഷകളുണ്ടാകും, അവിടെ ഇത്തരം അവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കൃത്യമായ ബോധത്തെക്കുറിച്ച്, ആ ബോധത്തോടുകൂടിയും ആ ഓർമ്മയോടുകൂടിയും പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഭൗതികമായ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ കീർത്തിയോ പ്രശസ്തിയോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ധനം ചെലവഴിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കുന്നത്, ഖുർആൻ വിശദീകരിച്ചിരുന്ന കാര്യം. എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയമായ സുഖങ്ങളെക്കുറിച്ചാണ് തുടർന്നുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നത്. വഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം. ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് വലഖാഹും നദറത്തൻ വസുറൂറ, അവർക്ക് സന്തോഷകരമായിരിക്കുന്ന പ്രസന്നമായ അവസ്ഥയുണ്ടാകും, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന അവസ്ഥാവിശേഷമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. വഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം. ആ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്നും അതിൻ്റെ പ്രയാസത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. എന്നിട്ട് വലഖാഹും നദറത്തൻ വസുറൂറ, പ്രസന്നതയും സന്തോഷവുമായിരിക്കും അവർ അഭിമുഖീകരിക്കുക, അവർ കണ്ടെത്തുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വജസാഹും ബിമാ സബറു ജന്നത്തം വഹരീറ. അവർ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലമാണ്, അവരുടെ ജീവിതത്തിൽ അവർ ക്ഷമിക്കാൻ സന്നദ്ധമായതിൻ്റെ പ്രതിഫലമാകുന്നു എന്ന് അവർ ഓർക്കുന്ന ആ രംഗമാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന അനുഗ്രഹീതമായ സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, മുത്തഖീന ഫിഹാ അലൽ അറായികി ലാ യറൗന ഫിഹാ ശംസൻ വലാ സംഹരീറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചാരിയിരിക്കുന്ന സോഫകളും അവിടെ ലഭ്യമാകുന്ന അരുവികളും അവിടെ ഉണ്ടാകുന്ന തരുണിമണികളും അവിടെ ഉണ്ടാകുന്ന മറ്റ് സൗകര്യങ്ങളും അവിടെ സ്വർഗത്തിൽ സ്വർഗീയ ബാലന്മാരെക്കുറിച്ചുമൊക്കെ ഖുർആൻ പലയിടത്തും പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിരിക്കുന്ന, ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന, വളരെ അനുഗ്രഹീതമായിരിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളമാണ് ആ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്. പ്രവാചകൻ അതിനെ ചുരുക്കി ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചിരുന്നു. ഖാലല്ലാഹു അഅദ്തു ലിഇബാദി സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറുൻ അലാ ഖൽബി ബശരിൻ. ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ ഉദ്ധരിക്കുന്നു,
ഇബാദി, ഞാൻ എൻ്റെ അടിമകൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എങ്ങനെയുള്ള അടിമകൾ? സ്വാലിഹീൻ, സച്ചരിതന്മാരായ സദ്വൃദ്ധന്മാരായ എൻ്റെ അടിമകൾക്ക്. എന്താണ് സ്വർഗത്തിലുള്ളത്? മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വലാ ഉദുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖതറ ഖൽബിൻ ബശരിൻ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ആലോചിക്കാൻ പോലും കഴിയാത്തതും, അവരുടെ ഭാവനയിലോ സ്വപ്നലോകത്തോ ദർശിക്കാൻ പോലും സാധ്യമല്ലാത്ത അനുഗ്രഹങ്ങളായിരിക്കും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം എന്നുള്ള നിലക്ക് പ്രവാചകൻ അവിടെ നമുക്ക് വിശദീകരിച്ചു. കാരണം സ്വർഗത്തിലെ സ്വർഗീയാനുഭൂതികളെക്കുറിച്ച് പല നിലക്കും നമ്മൾ നേരത്തെ പുതിയ സൂറത്തിന് അതിൻ്റെ തുടർന്നുകൊണ്ടും വേറെ പല സൂറത്തുകളിലും ഒക്കെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അത് മൊത്തം നമ്മൾ പരിശോധിച്ചാൽ അതിന് ലഭിക്കുന്ന ആശയമാണ് പ്രവാചകൻ ഇവിടെ സംക്ഷിപ്തമായി പറഞ്ഞത്. അള്ളാഹു അവൻ്റെ സാലിഹ്യങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ കഴിയാത്ത, ഭാവനയിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ സുഖവും സൗഖ്യവും സൗകര്യങ്ങളും നേട്ടങ്ങളുമായിരിക്കും സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകൾക്ക് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സൂറത്തുൽ വാഖിയയുടെ ആ സന്ദർഭത്തിൽ വാഖിയയിൽ ധാരാളം ആയത്തുകൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വിശദീകരിക്കുമ്പോൾ അള്ളാഹു 3 തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സൂറത്തുൽ വാഖിയയുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു, അവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അവിടെ വകുൻതും അസ്വാജൻ സലാസ, പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുമ്പോൾ 3 വിഭാഗങ്ങളായി വേർതിരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് പറഞ്ഞത് ഫാസുഹാബുൽ മൈമന, മാ സുഹാബുൽ മൈമന, വലതുപക്ഷക്കാരായിരിക്കുന്ന ആളുകളാണ്, വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകൾ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, മാ സുഹാബുൽ മൈമന, ആരാണ് ആ വലതുപക്ഷക്കാർ? സൂറത്തുൽ വാഖിയയിൽ വളരെ വിശദമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് തുടർന്ന് വരുന്ന ആയത്തുകളിൽ ആ വലതുപക്ഷക്കാരും അവരുടെ സ്വഭാവവും അവരുടെ നേട്ടങ്ങളും ഒക്കെ. പിന്നെ അള്ളാഹു പറയുന്നു, വാ സുഹാബുൽ മഷ്അമ, മാ സുഹാബുൽ മഷ്അമ, ഇടതുപക്ഷക്കാരായിരിക്കുന്ന ആളുകൾ, ആരാണ് ആ ഇടതുപക്ഷക്കാരായിരിക്കുന്ന ആളുകൾ എന്ന് അള്ളാഹു അവിടെ ചോദിക്കുന്നു. പിന്നീട് ഈ സൂറയിൽ തന്നെ വിശദമായിട്ട് ആ അസ്ഹാബുൽ മഷ്അമയെ കുറിച്ച് വിശദീകരിക്കും. ഇവിടെ ഞാൻ അടിവരയിടുന്നത് 3ാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗാവകാശികളായിത്തീരുന്ന വലതുപക്ഷക്കാരെ കുറിച്ച് പറഞ്ഞു, നരകാവകാശികളായിത്തീരുന്ന ഇടതുപക്ഷക്കാരെ കുറിച്ച് പറഞ്ഞു. പക്ഷേ വീണ്ടും അള്ളാഹു പറയുന്നു, വസ്സാബിഖൂന സാബിഖൂൻ, യഥാർത്ഥത്തിൽ മുൻകടന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ മുൻകടന്നത്. അപ്പോൾ സ്വർഗീയ അനുഭവമുണ്ടാകുന്ന വലതുപക്ഷക്കാരെ കുറിച്ച് വിശദീകരിക്കുന്നു. തുടർന്നുകൊണ്ടുള്ള ആയത്തിൽ അത് വിശദീകരിക്കുന്നതിന് മുമ്പേ അവരിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള വിശിഷ്യരായിരിക്കുന്ന പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്. വസാബിഖൂന സാബിഖൂൻ, മുൻകടന്ന ആളുകൾ മുൻകടന്നവർ തന്നെയാകുന്നു. ഇവിടെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും പണിയെടുക്കേണ്ടത്. നമ്മൾ അധ്വാനിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ കൊതിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയാണ്. അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ പദവി ലഭിക്കുന്ന മുൻകടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, സുല്ലത്തും അവർ ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ, സമീപസ്ഥരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ വലതുപക്ഷക്കാരായി സ്വർഗാവകാശികളായി തീരുന്ന ആളുകളിൽ തന്നെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന, സൽക്കർമ്മങ്ങളിൽ മുന്നേറ്റം നടത്തുന്ന, സത്യവിശ്വാസത്തിൽ ഏറ്റവും അധികം കൃത്യത പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അവിടെ അള്ളാഹു അവരുടെ സൗകര്യങ്ങൾ പറഞ്ഞു. ആദ്യകാലക്കാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകളും വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചാളുകളും എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചൊക്കെ മുഫസ്സിറുകൾ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും മുൻഗാമികളായ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ചാണെന്നും മുൻ പ്രവാചകന്മാരുടെ സമുദായങ്ങളെക്കുറിച്ച് അന്നത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ചാണെന്നും ഒക്കെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് മുൻകാലത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് എന്നാണ്. ആ മുൻകാലികൾ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു ആദർശവും സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കേണ്ടി വരിക അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. പിന്നീട് റോഡ് അല്ലെങ്കിൽ വഴി സുന്ദരമായി കഴിഞ്ഞാൽ വഴിയിലൂടെ വാഹനം ഓട്ടിപ്പോകാൻ എളുപ്പമാണ്. നമ്മുടെ ഒരു ഇടവഴി വീതി കൂട്ടി റോഡാക്കണമെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കണം, ഒരുപാട് പ്രയാസം ഉണ്ടാകും.
റോഡ് വെട്ടിയൊക്കെ ഭംഗിയായി കഴിഞ്ഞാൽ പിന്നെ അത് വീതി കൂട്ടാൻ അതിൽ സുഖമായിട്ട് വാഹനം ഓട്ടാൻ വലിയ പണി ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു കാര്യവും ആദ്യത്തിൽ അതിൻ്റെ മാർഗം വെട്ടിത്തെളിയിച്ച് കൊണ്ടുവരിക എന്നത് കൂടുതൽ അധ്വാനമുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ മുൻകാലക്കാരായിരുന്ന ആളുകൾ അനുഭവിച്ചിരിക്കുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദീനി മാർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നമുക്കത് കാണാൻ സാധിക്കും. ആ പ്രവാചകന്മാരുടെ ആദ്യ സ്വഹാബികളായിരുന്ന ആളുകളും പിന്നീട് അതിനെ തുടർന്ന ആളുകളും അവിടെ ശ്രേഷ്ഠതയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ആദ്യ തലമുറയെ അവരുടെ പ്രത്യേകതകൾ പ്രത്യേകമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിൻതലമുറ അതിൽ തുടർന്നു കൊണ്ട് വരുമ്പോൾ അവരനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചുകൊണ്ട് അവർ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവിടെ സ്വർഗത്തിൽ അവർ ചാരിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിലൂടെ ചുറ്റി നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും അവിടെ ലഭ്യമാകുന്ന കോപ്പയും പാനപാത്രങ്ങളെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന ഇണകളെക്കുറിച്ചുമൊക്കെ തുടർന്നുകൊണ്ട് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അനാവശ്യമായിരിക്കുന്ന ഒന്നും അവിടെ കേൾക്കുക പോലുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം എന്ന വാക്ക് മാത്രമായിരിക്കും അവർക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്നത് എന്നല്ലാഹു സൂചിപ്പിക്കുന്നു. പിന്നീട് വലതുപക്ഷക്കാരുടെ സ്വർഗീയമായ അനുഭവങ്ങൾ, ഇടതുപക്ഷക്കാരായിരിക്കുന്ന ആളുകളുടെ നരകശിക്ഷയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ തുടർന്നുകൊണ്ട് സൂറത്തുൽ വാഖിയയിൽ വിശദീകരിക്കുന്നു. നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അത്തരം പരിഭാഷകളൊക്കെ നോക്കി അത് പഠിക്കാൻ തയ്യാറാവുക. ഞാൻ സൂചിപ്പിച്ചത് അത്രയും അനുഗ്രഹീതമായിരിക്കുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാനും ഭാവനയിൽ കാണാൻ പോലും സാധ്യമല്ലാത്ത അത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന ആ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആളുകൾ, അവരുടെ ക്വാളിറ്റീസാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹു പലയിടങ്ങളിലും വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു വിശദീകരിക്കുന്ന നോക്കൂ, നമ്മൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നു, തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ തൻ്റെ മനസ്സിനെ തന്നിഷ്ടങ്ങളിൽ നിന്നും വിലക്കിയവരാകുന്നു എന്നാണ്. അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ ബോധ്യപ്പെടുകയും അവൻ്റെ സ്ഥാനം അംഗീകരിക്കുകയും അത് മഹത്വപ്പെടുത്തുകയും അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അവനെ മനസ്സിലാക്കാൻ, അവനെ കാണാൻ, ആ അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സ്വർഗാവകാശികൾക്കുണ്ടായിരിക്കുന്ന ഗുണം. രണ്ടാമത് പറഞ്ഞത് വനഹൻ നഫ്സ അനിൽ ഹവ, അവർ അവരുടെ ഇച്ഛയെ, തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ, അതിനെ വിലക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കും. പല പാപങ്ങളിലേക്കും കുറ്റങ്ങളിലേക്കും തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും ഒക്കെ നമ്മൾ വഴുതിപ്പോകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛ അനുസരിച്ച് കൊണ്ടാണ്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ്. അപ്പോൾ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കൊണ്ട്, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് അനാവശ്യമായ, വൃത്തികെട്ട, അധർമ്മമായ, സദാചാര വിരുദ്ധമായ പല കാര്യങ്ങളിലും മനുഷ്യൻ എത്തിപ്പെടുന്നു. ആ ഇച്ഛയെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാന ഗുണമായിട്ട് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് താല്പര്യപ്പെടുന്നത് ഭൗതികമായ സുഖങ്ങളെക്കുറിച്ചായിരിക്കും, ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചായിരിക്കും, അവിടെ ഉണ്ടായിത്തീരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചായിരിക്കും. അവിടെ എല്ലാം അതിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. അതുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അത്തരം ആളുകളുടെ കടന്നു ചെല്ലാനുള്ള സങ്കേതം, അവരുടെ താമസ സ്ഥലം യഥാർത്ഥത്തിൽ ആ സ്വർഗമായിരിക്കും എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖുർആൻ വീണ്ടും വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ അഫമൻ കാന മുഅ്മിൻ കമൻ കാന ഫാസിക്കൻ ലാ യസ്തവൂൻ, ഒരിക്കലും സത്യവിശ്വാസിയായിരിക്കുന്ന ആളുകളും സത്യനിഷേധികളായിരിക്കുന്ന, ധിക്കാരികളായിരിക്കുന്ന, തോന്നിവാസികളായിരിക്കുന്ന ആളുകളും തുല്യമാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഫഹും ജന്നാത്തുൽ മഅവ, അവർക്കാണ് യഥാർത്ഥത്തിൽ അവരുടെ താമസിക്കുവാൻ സ്വർഗം, ആ സ്വർഗത്തോപ്പുകൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. നുസിലൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് നൽകുന്ന ആതിഥ്യമാകുന്നു എന്നാണ് അവിടെ അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മൾ
നമ്മുടെ കർമ്മ ഫലമായിട്ടാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത്. അതിന് കൂടി അള്ളാഹുവിൻ്റെ ഒരുപാട് റഹ്മത്ത് അതിലുണ്ട്. കേവലം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ലഭ്യമാകുന്നതല്ല. അള്ളാഹുവിൻ്റെ ഒരുപാട് കാരുണ്യമുണ്ട്. ആ കാരുണ്യവും കൂടി നമ്മുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് വരുമ്പോഴാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് അവിടെ കൂടുതലായി ലഭിക്കാൻ ഇടയായി തീരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അമലുകളെ, നമ്മുടെ അമലുസ്വാലിഹാത്ത്, ഈമാനും അമലുസ്വാലിഹാത്തുമാണ് നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. ഖുർആനിൽ പലയിടത്തും സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. വിശ്വാസവും സൽക്കർമ്മങ്ങളും ചേർന്ന് വരണം. ഏറ്റവും ചെറിയ സൂറയിൽ പോലും അള്ളാഹു പറഞ്ഞതാണല്ലോ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം. കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ നഷ്ടത്തിലായിരിക്കും. പക്ഷെ ആ നഷ്ടത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നവർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകളാകുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളാനും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുവാനും ഈമാനും അമലുസ്വാലിഹാത്തും ജീവിതത്തിൽ നിലനിർത്തുവാനും സാധിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള കാരണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഫലഹും ജന്നാത്തിൽ മഅ്വ. അവർക്ക് അള്ളാഹു പറഞ്ഞു, സ്വർഗ പൂന്തോപ്പുകളുണ്ട് അവർക്ക് താമസിക്കുവാൻ, താമസ സ്ഥലമായി. അത് നുസ്ലം ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹു ആതിഥ്യം നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ആതിഥ്യം നമ്മൾ ആലോചിക്കുക. ഇവിടെ ഏത് ആതിഥ്യം നൽകുന്ന എത്ര മഹാന്മാരെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലും അതിലപ്പുറമാണല്ലോ അള്ളാഹുവിൻ്റെ അതിഥികളായി കടന്നു ചെല്ലാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആതിഥ്യമാണ് സ്വർഗീയ അനുഭവങ്ങൾ. ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേറ്റത്തെ കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യും. അപ്പോൾ നമ്മൾ വിശദീകരിച്ചത് അല്ലാഹുവിൻ്റെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ സമർപ്പിക്കപ്പെടുകയും രക്ഷാശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും അങ്ങനെ സ്വർഗത്തിലിടപ്പെടുകയും സ്വർഗത്തിലെത്തിപ്പെടുകയും ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർക്കുണ്ടായിരിക്കേണ്ട ചില ഗുണവിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അള്ളാഹു സൂറത്തു നിസായിലെ 69-ാമത്തെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ. ആർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ ഫഉലൈക, അക്കൂട്ടരാണ് മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, അവർ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്ന പ്രവാചകന്മാരോടൊപ്പം നബിമാരോടൊപ്പം വസിദ്ദീഖീന, സത്യസന്ധന്മാരോടൊപ്പം വശുഹദാ, രക്തസാക്ഷികളോടൊപ്പം വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളോടൊപ്പമായിരിക്കും എന്നാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ച സാബിക്കൂൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും മുൻകടക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ഒക്കെ ആളുകളാകുന്നു എന്നാണ്. അപ്പോൾ അവരോടൊപ്പം സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരായി തീരുക. വഹസ്ന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രയത്നം, നമ്മുടെ ശ്രമം, നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഈ ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ആ ഒരു സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പരലോകത്തെ അനശ്വരമായ ജീവിതത്തിലെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അപ്പോൾ സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അംഗീകാരവും മതിപ്പും അല്ല പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി പേടിക്കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുക. അങ്ങനെ അതിലൂടെ നമുക്ക് സ്വർഗാവകാശികളായിട്ട് പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഏറ്റവും നല്ല കൂട്ടുകാരോടൊപ്പം ഉന്നതമായ സ്വർഗ പൂങ്കാവനങ്ങൾ എത്തിച്ചേരാൻ സാധിക്കുക എന്ന ലക്ഷ്യം നമ്മൾ സ്വീകരിക്കുക.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിരിക്കുന്ന പാകപ്പിഴവുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ മരണം അത് പ്രായവ്യത്യാസമില്ലാതെ ഏത് സന്ദർഭത്തിലും എങ്ങനെയും നമ്മുടെ സമീപത്ത് കടന്നു വരാം. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. സഹോദരങ്ങളെ, അത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുണ്ടാവണം, നമ്മുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ച് ചിന്തയുണ്ടാവണം, സ്വർഗത്തിലെത്തിപ്പെടണമെന്ന അത്യന്തകമായ ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹം അള്ളാഹു നമുക്കെല്ലാവർക്കും സാക്ഷാത്കരിച്ച് പെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.